രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് എവിടെയാണ് പോയെന്ന് പോലും അറിയാതെ രണ്ടുപേരും വണ്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏലപ്പാറയിലാണ് വന്നേക്കുന്നത്. ഞാനും ഈ ചെറിയ ചെറുമണികളും എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ചേട്ടൻ വന്നത് ചേട്ടയുടെ വണ്ടി നന്നാക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടത്തി വെറുതെ ചാടി പുറപ്പെട്ടതാണ്. വണ്ടി നന്നാക്കുന്നതിന് സൗണ്ട് കേട്ട് പേടിച്ചിട്ട് ഒരാൾ ഇവിടെ പുറകിൽ ഒളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനാണ് പോയത്. രാവിലെ നമ്മളൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാൻ കയറിയപ്പോൾ രണ്ടുപേരും അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു. വലിയ കാര്യത്തിന് ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ ഇവിടെ ഇരുന്ന് എന്ത് കാണിക്കും, എങ്ങനെ നമ്മൾ കഴിക്കും എന്നോർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ചൂസ് ഇങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പൊന്നൂസ് കഴിക്കാൻ കൊടുത്ത പാത്രത്തിൽ പേഴ്സിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം രണ്ടുപേരും കൂടെ അവിടെ ഗുസ്തിയാകുമെന്ന് പേടിയായി കേട്ടോ. കാരണം രണ്ടുപേരും അവിടെ ബഹളമായി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, യുദ്ധമായി. ഈശ്വര എന്ത് ചെയ്യുന്ന ഓർത്തപ്പം ഞാൻ പൊന്നൂസിനെ ചെറുതായിട്ടൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. പൊന്നൂസ് അടങ്ങി. അങ്ങനെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്ത് കൊടുത്തു. വെള്ളം വന്നു, വെള്ളം കൊടുത്തു. ആരെങ്കിലും ഇതിൻ്റെയൊക്കെ കയ്യിൽ ചില്ല് ഗ്ലാസ് എടുത്ത് കൊടുക്കും, അതെടുത്തെടുത്ത് ഈ പാത്രത്തിൽ വെച്ചു. ഞാൻ ശരിക്കും പേടിച്ചിട്ട് ഇവളെങ്ങാനും ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷും കൂടെ പോകുമല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ നൈസായിട്ട് ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അതും തുടച്ചുകൊണ്ടൊക്കെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേനും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. അപ്പോൾ പൊന്നൂസിനും കൂടെ ഒരു പാത്രം അവർ തന്നെ കൊണ്ട് തന്നതാണ്. എന്നാൽ പിന്നെ അവൾക്ക് കൂടെ ഒരു പാത്രത്തിൽ ഇപ്രാവശ്യം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോഴത്തേനും കടയിൽ ചെന്നിട്ട് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു പാത്രത്തിൽ നമ്മൾ അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൾ കഴിക്കുമെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ എടുത്ത് വായി വെച്ച് കഴിക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ കഴിക്കുമെന്ന്. പക്ഷേ ആ ഒരു വായി അവൾ ആകെ വായി വെച്ചിട്ടുള്ളൂ, പിന്നെ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും ഇരുന്ന് നല്ല തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാര്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചൂസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അവിടെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തപ്പൂക്കളിട്ട പോലെ എൻ്റെ പാത്രത്തിന് ചുറ്റും ഫുഡുണ്ടായിരുന്നു. അവനും കൂടെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത്. എങ്കിലും ഞാൻ കഴിച്ചു. വീട്ടിലാണെങ്കിൽ പൊന്നൂസ് പാത്രത്തിലൊക്കെ കൊടുത്താൽ കഴിക്കുന്നതാണ്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ ചേട്ടായി വാരി കൊടുത്ത് എങ്ങനെയോ കുറച്ച് കഴിപ്പിക്കുക കേട്ടോ ചെയ്തത്. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അച്ചൂസിന് കുറച്ച് സോക്സ് വാങ്ങിക്കാൻ പോയതാണ്. സോക്സൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓണാക്കിയ പിന്നെ എനിക്ക് എടുത്തു വെക്കാൻ തോന്നത്തേ ഇല്ല. അതുപോലെ രസമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ റംബൂട്ടാനൊക്കെ കഴിച്ചു. പൊന്നൂസും റംബൂട്ടാൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും പൊന്നൂസും ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തിട്ട് കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തി.